ഹലോ. അപ്പോൾ ഇന്ന് നമുക്കാണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി നമുക്ക് മുടിയും കൂടെ ഒന്ന് കെട്ടിയെടുക്കണം. അങ്ങനെ ഞാൻ മുടി കെട്ടായിരുന്നപ്പോൾ തൊട്ട് എനിക്ക് തുമ്മൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ വരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു തുമ്മലും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ തുമ്മി 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 11 മണി 10 മണി വരെയൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു പനി വന്ന എന്താ അവസ്ഥ, ആ അവസ്ഥയിലായിപ്പോൾ നല്ലപോലെ തന്നെ തുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാട് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ചില നേരത്തെ എനിക്കിത് രാത്രിയിൽ വരും. എന്ന് വെച്ചാൽ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു തുമ്മലിൻ്റെ പ്രശ്നം വന്നിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, മൂക്കടഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളിലൂടെ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ബാഗ് പാക്ക് ചെയ്യാൻ പോവാം. ഇപ്പോൾ ഇത് അവൻ്റെ ബാഗാണ് കേട്ടോ. അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവൻ കൊണ്ടുപോകത്തില്ല. അങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ച ശേഷം ഞാനാണെങ്കിൽ എൻ്റെ ബാഗ് ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറേ നാളുകൾ കൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എനിക്കിത് അങ്ങോട്ട് ഇടാനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇടാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പം അങ്ങ് ഇടാമെന്ന് വിചാരിച്ച് ഇടുന്നതാണ് കേട്ടോ. ഇന്നലെ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആദ്യം ഒരു കവറിനകത്താണ് വെച്ചിരുന്നത്. അങ്ങനെ ആ ഒരു കവറായിട്ട് ലാസ്റ്റിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതും അങ്ങ് അവിടെ വെച്ചിട്ടാണ് പൊട്ടിയത്. അപ്പം എനിക്കാണെങ്കിൽ എല്ലാം കൂടെ കൈ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറേ എടുത്ത് ബാഗിനകത്തിട്ട് പിന്നെ ബാഗിനകത്ത് കൊള്ളാത്ത സാധനം ഞാൻ കയ്യിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ബാഗിൻ്റെ വള്ളിയും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ട് ബാഗും ഇടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ബാഗിനകത്ത് ചെറിയൊരു സ്ട്രാപ്പ് വേറെ ഒന്നും ഉള്ളത് കൊണ്ട് ഞാൻ അതും അഡ്ജസ്റ്റ് ചെയ്തിങ്ങ് പോയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു തോളിൽ അതും പിന്നെ കയ്യിലും സാധനം, പിന്നെ നമ്മൾ കുറച്ച് നടക്കാനുണ്ട്, പിന്നെ നമുക്ക് ബസ് കയറാനുണ്ട്, വീണ്ടും നമുക്ക് ട്രെയിൻ കയറാനുണ്ട്, പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ബസ് കയറണം, വീണ്ടും നടക്കണം. അങ്ങനത്തെയൊക്കെ ആയപ്പോഴത്തേക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തിട്ട് എന്ന് വെച്ചാൽ ഒരു സ്ട്രാപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞാനാണെങ്കിൽ എണ്ണി പറക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അത് അവിടെ വീട്ടിൽ കിടപ്പുണ്ടല്ലോ, എടുക്കാൻ മറന്നുപോയെന്നൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എണ്ണിപ്പറക്കി എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ ഞാനെല്ലാം വെച്ച് ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് നേരത്തെ പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് കുട എടുത്ത് വെക്കണം. നല്ല വെയിലായതുകൊണ്ട് കുട ഒട്ടും മറക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു വള്ളിയും കാര്യങ്ങളും ഒക്കെ ഉള്ളു കേട്ടോ. ഇനി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് പൊട്ടിപ്പോയിട്ടുള്ള സംഭവം. അങ്ങനെ ഒന്ന് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ 2 എണ്ണം കൂടി ഊരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് തയ്ച്ച് വയ്ക്കാമല്ലോ. അങ്ങനെ നമ്മളാണെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തൂക്കിയിടത്തില്ലേ, ആ ഒരു മുകളിലുള്ള സാധനം. അപ്പോൾ ആ തൂക്കിയിടുന്ന സാധനമാണ് ഈ സാധനം. അപ്പോൾ ആ സാധനവും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, ഇതിൽ ഒരെണ്ണവും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാം ഊരി വെച്ചിട്ട് ഒന്നിച്ച് തയ്ച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ ഈ വീഡിയോയും ഇതുവരെ ഇട്ടിട്ടില്ല, ബാഗും ഇതുവരെ തയ്ച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഇട്ടുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വളരെ നേരത്തെ ഒരുങ്ങി നിന്ന് ഏറ്റവും അവസാനം ഞാനാണെങ്കിൽ ഇതേ പോവാണ് കേട്ടോ. അങ്ങനെ 2 ബാഗുമൊക്കെ കൊണ്ട് ഞാനാണെങ്കിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കൂടെ ഞാൻ പകുതി റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ ഇവൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. കുറച്ച് നാളത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ നടന്നും ബസ്സിലും ഒക്കെ പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ പോകണമെന്ന് വിചാരിച്ച ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് താമസിച്ച്, അതും ഞാൻ എവിടെ പോയാലും എനിക്ക് കുറച്ച് നേരത്തെ പോകണം, അല്ലെങ്കിൽ എവിടെ പോയാലും എനിക്ക് നേരത്തെ ഒരു 5 മിനിറ്റ് നേരത്തെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്നതും ആ ട്രെയിൻ പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. 9:40 ട്രെയിന് പോകണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പം നമുക്ക് 10:45 ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് അവസാനം 10:45 ട്രെയിനൊക്കെ കിട്ടി. നമ്മൾ പിന്നെ ബസ് കയറി ഒരു സ്ഥലത്ത് ഇറങ്ങി, പിന്നെ നമ്മൾ വീണ്ടും നടക്കുവാണ് കേട്ടോ നമുക്ക് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ എത്തി. കുറേ നേരം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ ക്ലാസ്സിന് ശേഷം 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടക്കുവാണ് കേട്ടോ. വീണ്ടും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അങ്ങനെ ഇന്നലെ ഈ ഒരു സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ബാഗ് പൊട്ടിപ്പോയത്. അങ്ങനെ ഞാനാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം വരും. എന്ന് വെച്ചാൽ നല്ല വെയിലും കാര്യങ്ങളും. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ ഫുഡ് കൊണ്ടുപോകത്തില്ല. രാവിലെ കഴിച്ചിട്ട് പോകുന്നത്, രാവിലെ ആയതുകൊണ്ട് നമ്മളങ്ങനെ അധികം കഴിക്കാറില്ലല്ലോ. അങ്ങനെ
രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നത്. പിന്നെ ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല പോരായ്മയും കാര്യങ്ങളും, നല്ല വെയിലുണ്ട്, നല്ല ഇത്രയും ദൂരമൊക്കെ വരണ്ടേ, അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ മടി കാരണം ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയ ശേഷം ഞാനാണെങ്കിൽ എൻ്റെ മടി കാരണം ഞാൻ നാരങ്ങയും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് മിക്സി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത ശേഷം ഞാനാണെങ്കിൽ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തപ്പോഴത്തേക്ക് നാരങ്ങ വെള്ളം ആവുമല്ലോ. അപ്പോൾ എൻ്റെ മടി കാരണം എനിക്കാണെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ച് നല്ല ആശ്വാസം തോന്നി ഞാനാണെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തിനാ ഇങ്ങനെ വിശന്ന് കഴിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുക, എന്നാലും ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നത്തില്ല. ഞാനങ്ങനെയൊന്നും ഇന്ന് വരെ അങ്ങ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഫാനൊക്കെ ഇട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദേഹം മൊത്തം ചൂടും നമ്മൾ അകത്തോട്ട് ഇങ്ങനെ തണുത്ത വെള്ളം ചെല്ലുമ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് എന്താ പറയുക, ഇതെന്ന് വെച്ചാൽ ഒരു കഴിക്കാൻ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഈന്തപ്പഴം. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ സമയം കളയും. ഞാൻ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഞാൻ വെറുതെ ചുമ്മാ സമയം കളയുന്നതാണ്. എൻ്റെ കുറേ നേരം ഞാനിങ്ങനെ സമയം ഇങ്ങനെ കളഞ്ഞിരിക്കും. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് നമുക്കിനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് വരയ്ക്കാനും എഴുതാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് സന്ധ്യയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറേ ഞാൻ 4 മണിക്കെങ്ങാണ്ട് വന്ന് അങ്ങനെ 4 മണിക്ക് വന്നിട്ട് ഞാൻ ഇത്രയും നേരം ഇപ്പോൾ ഏതാണ്ട് 7 മണി എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പം അന്നേരം തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ ഞാൻ അവിടെ മടി പിടിച്ചിരുന്നിട്ട് ഞാനൊന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഫാനിൻ്റെ കീഴിൽ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഇരുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും നമ്മൾ താണ്ടിരുന്ന് വരയ്ക്കുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ ഇങ്ങനെ ഇരുന്ന് വരച്ചു. നമ്മളിങ്ങനെ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ സമയം ഒരുപാട് പോകുന്നത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ കഴിച്ച ഫുഡ് പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ടി വിയും കണ്ട് ഫുഡും കഴിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് വീണ്ടും കുറേ സമയം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ട്. അങ്ങനെ പക്ഷേ എനിക്ക് നേരത്തെ ഉറങ്ങാനും എനിക്കിങ്ങനെ പെട്ടെന്ന് ഉറക്കവും വരത്തില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ വെറുതെ അവിടെ ടി വി ഒക്കെ കണ്ടിരുന്ന ശേഷം നമുക്ക് കുറച്ച് അരിയൊക്കെ അരച്ച് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. വീണ്ടും പിന്നെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഏകദേശം ഇതിപ്പോൾ ഒരുപാട് സന്ധ്യയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 8 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു, 8-9 മണിയോ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ കുറേ നേരം ആയിട്ടുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.